ക്രിക്കറ്റിനെ ചങ്കു പറിച്ച് സ്നേഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയായിരുന്നു ഇന്നലത്തേത്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ വിശ്വവിജയികളായിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടം. വനിതാ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനും ശേഷം ആദ്യമായിട്ടാണ് പുതിയൊരു കിരീടാവകാശി ഉണ്ടാവുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 298 റൺസ് എടുത്തപ്പോൾ ദക്ഷിണാഫ്രിക്ക 246 റൺസിന് ഓൾ ഔട്ടായി. 87 റൺസ് നേടിയതിന് പിന്നാലെ 2 വിക്കറ്റ് വീഴ്ത്തിയ ഷെഫാലി വർമ്മ കളിയിലെ താരമായപ്പോൾ 22 വിക്കറ്റും 215 റൺസും നേടിയ ദീപ്തി ശർമ്മയാണ് ടൂർണമെന്റിലെ താരം. കപിൽ ദേവിനും ധോണിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ഒരു വനിത, ഹർമൻപ്രീത് കൗർ. 2 പതിറ്റാണ്ട് മുമ്പ് 2005-ൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ വനിതാരത്നം മിഥാലി രാജ് കിരീട നേട്ടത്തിന് അരികിലെത്തിയതാണ്. പക്ഷേ തോറ്റു. 2017-ൽ മിതാലി നയിച്ച സംഘം ഒരിക്കൽ കൂടി തോറ്റു. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും മാത്രം ഭരിച്ച വനിതാ ലോകകപ്പ് വേദിയിൽ ഇത് പുതുയുഗമാണ്. ഇനി ഇന്ത്യൻ വനിതകളുടെ ഭരണം. കാലം കരുതി വെച്ചതുപോലെ പുതുയുഗ പിറവി. അവിശ്വസനീയ നിമിഷങ്ങളായിരുന്നു നവി മുംബൈയിൽ. മതിമറന്ന് ആഘോഷിച്ച് ഇന്ത്യ നേരം പുലരുവോളം. കപിൽ ദേവിന്റെ കിരീട നേട്ടത്തിൽ ആവേശം പൂണ്ടാണ് ഇന്ത്യൻ വനിതകൾ കളി തുടങ്ങുന്നത്. എത്രയോ വർഷങ്ങളുടെ കാത്തിരിപ്പാണിത്. മിതാലി രാജിന്റെയും ജുലൻ ഗോസ്വാമിയുടെയും അഞ്ജു ചോപ്രയുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ടാകുമെന്നുറപ്പ്. നിയോഗം ഹർമൻപ്രീത് കൗറിനും സംഘത്തിനുമാണെന്ന് മാത്രം. ടോസ് നഷ്ടപ്പെട്ടത് തിരിച്ചടിയായെന്ന് കരുതിയ മത്സരത്തിൽ വിജയത്തിനുള്ള അടിത്തറയിട്ടത് ഓപ്പണർമാരാണ്, സ്മൃതി മന്ദാനയും ഷെഫാലി വർമ്മയും. പരിക്കേറ്റ് ലോകകപ്പ് സംഘത്തിൽ ഉൾപ്പെടാതിരുന്ന ഷെഫാലി നോക്കൌട്ട് വേദിയിലാണ് തിരിച്ചെത്തുന്നത്. ഫൈനലിലെ 87 റൺസ് ഷെഫാലിക്കും ഇന്ത്യക്കും വിസ്മയമാണ്. ടൂർണമെന്റിലെ ഇന്ത്യയുടെ റൺ മെഷീൻ സ്മൃതി മന്ദാന 45 റൺസുമായി ഒപ്പം കൂടിയതോടെ ഓപ്പണിംഗ് വിക്കറ്റിൽ 104 റൺസിന്റെ കൂട്ടുകെട്ട് പിറന്നു. ദീപ്തി ശർമ്മയുടെ 58 റൺസും റിച്ച ഘോഷിന്റെ 34 റൺസും ചേർന്നതോടെ 298 എന്ന മോശമല്ലാത്ത ടോട്ടലിലേക്ക് എത്തി ഇന്ത്യ. നവി മുംബൈയിൽ 299 അത്ര ഗംഭീര വിജയലക്ഷ്യമല്ല എന്നായിരുന്നു പൊതുവിലയിരുത്തൽ. അത് ശരിവയ്ക്കും വിധത്തിലായിരുന്നു ദക്ഷിണാഫ്രിക്കൻ മറുപടിയും. ലോറ വോൾഫോർട്ടിന്റെ സെഞ്ചുറി കൂടിയായപ്പോൾ ഇന്ത്യ ഭയന്നു. ലോകകപ്പ് ഫൈനലിന്റെ സമ്മർദ്ദമാണ് ദക്ഷിണാഫ്രിക്കയെ ശരിക്കും തകർത്തത്. അർദ്ധ സെഞ്ചുറിക്ക് ശേഷം ദീപ്തി ശർമ്മ 5 വിക്കറ്റ് പ്രകടനവുമായി ഓൾറൗണ്ട് സ്റ്റാർ ആയതോടെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് കാര്യങ്ങൾ കൈവിട്ടത്. മഴയിൽ വൈകിയ ഫൈനൽ കാണാൻ പാതിരാത്രി വരെ കാത്തിരുന്ന ആരാധകർക്ക് ലാഭം മാത്രം. വിശ്വജേതാക്കളുടെ പട്ടാഭിഷേകം നേരിൽ കാണുന്നതിനുമപ്പുറം എന്താനന്ദം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. അതിശയിപ്പിക്കും വിധത്തിലായിരുന്നു ടൂർണമെന്റിൽ ഇന്ത്യയുടെ മുന്നേറ്റം. നോക്കൌട്ടിന് മുൻപുള്ള 7 മത്സരങ്ങളിൽ ജയിച്ചത് 3 എണ്ണത്തിൽ മാത്രം. ഫൈനലിലെത്തിയത് ലോക ക്രിക്കറ്റിലെ കരുത്തരായ ഓസ്ട്രേലിയയെ മറികടന്ന്. ഫൈനലിൽ പ്രതീക്ഷിച്ച ടോട്ടൽ പടുത്തുയർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആത്മവിശ്വാസത്തെ കൂട്ടുപിടിച്ചായിരുന്നു ഇന്ത്യയുടെ ലോക കിരീട നേട്ടം. ആദ്യഘട്ടത്തിൽ തോൽപ്പിച്ചത് ദുർബലരായ ശ്രീലങ്കയെയും പാകിസ്ഥാനെയും പിന്നീട് ന്യൂസിലാൻഡിനെയും. ദക്ഷിണാഫ്രിക്കയോട് തോറ്റതാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ. ഓസ്ട്രേലിയയോടും ഇംഗ്ലണ്ടിനോടും മുട്ടുമടക്കി. മഴ ഭാഗ്യമായി പെയ്തിറങ്ങിയതോടെ ഇന്ത്യ സെമിയിൽ. അവിടെ തുടങ്ങി ആരവം. ഇതിഹാസ സംഘമെന്ന് ലോകം വാഴ്ത്തിയ ഓസ്ട്രേലിയയെ മറികടന്ന് ഫൈനലിലേക്ക്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കീഴടക്കിയ ദക്ഷിണാഫ്രിക്കയെ നിഷ്പ്രഭരാക്കി കിരീടമുത്തത്തിലേക്ക്. ഇത് ചരിത്രമാണ്, പുതുചരിത്രം. വിശ്വവിജയത്തിന്റെ ഗർവാകാം ഇനി നമുക്ക്. ലോക ക്രിക്കറ്റിന് പുതിയ അധിപതികൾ. ലും 2017-ലും നോട്ടമിട്ട കിരീടം കൈപ്പിടിയിലായത് ഇപ്പോഴാണ്. 1-ലും 2-ലും പിഴച്ചാൽ 3-ൽ. പറഞ്ഞു പഴകിയതിനെ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ഹർമൻപ്രീതിന്റെ ഈ സംഘം. 38 കോടി ജനങ്ങളാണ് വിശ്വകിരീടത്തിനായുള്ള തത്സമയം കണ്ടത്. ഊർജവും കരുത്തുമായത് DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 40,000-ലേറെ കാണികൾ. 2005-ൽ ഓസ്ട്രേലിയയോട്, 2017-ൽ ഇംഗ്ലണ്ടിനോട് 2 വട്ടം കൈവിട്ട കിരീടമാണ് ഈ മിടുമിടുക്കികൾ സ്വന്തം നാട്ടിൽ സാരിത്തുമ്പിൽ കുരുക്കിയത്. നയിച്ച ഹർമൻപ്രീതിനും ബാറ്റ് പടവാളാക്കിയ സ്മൃതിക്കും സെമിയിൽ അസാധ്യത്തെ സാധ്യമാക്കിയ ജമീമയ്ക്കും നന്ദി. ലോക ക്രിക്കറ്റിലെ നവരാജ്ഞിമാർക്ക് ആശംസകൾ നേരാം. ഇനിയും ഒരുപാട് കിരീടങ്ങൾ കാത്തിരിക്കുന്നു നമുക്കായി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ഇന്ത്യ വിശ്വവിജയികളായിരിക്കുന്നു. ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനും ശേഷം
കപ്പ് ഉയർത്തുന്ന താരങ്ങളായി മാറിയിരിക്കുന്നു. എനിക്ക് ഉറപ്പാണ് അഭിലാഷൊക്കെ ഇന്നലെ ഈ കളി കാണാതെ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അഭിലാഷിന് ഞാൻ വേണമെങ്കിൽ ഒരു അവസരം തരാം. ക്രിക്കറ്റ് ആരാധകരുടെ ഒക്കെ ഒരു മുൻനിരയിൽ നിന്ന് എന്തായിരുന്നു ഇന്നലത്തെ ഒരു എക്സ്പീരിയൻസ്, അതൊന്ന് ഷെയർ ചെയ്താൽ കൊള്ളായിരുന്നു. അക്ഷരാർത്ഥത്തിൽ രോമാഞ്ചമാണ് അനുശ്രീ ഇന്നലെ ഉണ്ടായത്. കാരണം ഇന്ത്യൻ വനിതകൾ ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്നു. ഇന്ത്യയിലേക്ക് വീണ്ടും ലോകകപ്പിൻ്റെ ട്രോഫി ഇന്ത്യൻ മണ്ണിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു കായിക പ്രേമി എന്ന നിലയിൽ വ്യക്തിപരമായി എനിക്കും ഇന്ത്യയിലെയും ലോകത്തെയും എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും വളരെ ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു ഇന്നലെ കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം ആദ്യത്തെ 298 റൺസ് എന്ന് പറയുന്നത് വലിയ ഒരു സ്കോർ അല്ലെങ്കിൽ പോലും ഇന്ത്യൻ വനിതകൾ അത് അത്രയും സ്കോർ അടിച്ചെടുത്തതും അതുപോലെ അതിനെ ഡിഫെൻഡ് ചെയ്തതും കാണുമ്പോൾ നമുക്ക് അക്ഷരാർത്ഥത്തിൽ രോമാഞ്ചമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. നമ്മുടെ കളിക്കാരുടെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങിയ ഓരോ കളിക്കാരുടെയും ആവേശം കാണുമ്പോൾ, അവരുടെ കണ്ണ് നിറഞ്ഞത് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പറയുമ്പോൾ പോലും രോമാഞ്ചമാണ് ഉണ്ടാകുന്നത്. കപിൽ ദേവിനും MS ധോണിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം വീണ്ടും ഇന്ത്യയിലേക്ക് ഒരു ലോകകപ്പ് ഉയർത്തുന്നത് ഹർമൻപ്രീത് സിംഗ് ആണ്. 2005-ലും 2017-ലും ഇന്ത്യ കപ്പിനും ചുണ്ടിനുമിടയിൽ ഇന്ത്യക്ക് ലോകകപ്പ് നഷ്ടമായപ്പോൾ 2025-ൽ അത് നമ്മൾ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ആനന്ദം നിറഞ്ഞ കാര്യമെന്നുള്ളത്. ഇന്നലെ നമുക്കറിയാം, ഇന്നലത്തെ മത്സരത്തിൽ ഷെഫാലി വർമ്മ 87 റൺസ് 78 പന്തിൽ നിന്ന് 87 റൺസ് നേടി ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് കരുത്തേകിയപ്പോൾ ഒപ്പം ഇറങ്ങിയ സ്മൃതി മന്ദാന 58 പന്തിൽ 45 റൺസ് നേടി ഒപ്പം നിന്നു. അതുപോലെ ഇന്ത്യയുടെ റിച്ച ഘോഷ് 24 പന്തിൽ 34 റൺസ്, അമൻജോത് കൗർ, ദീപ്തി ശർമ്മ 58 പന്തിൽ 58 തുടങ്ങിയ ഇവരുടെ കരുത്തിലാണ് ഇന്ത്യ 298 എന്ന് പറയുന്ന ഭേദപ്പെട്ട സ്കോർ ടോസ് നഷ്ടപ്പെട്ടിറങ്ങിയെങ്കിലും നേടിയെടുത്തത്. പിന്നീട് രണ്ടാമത് ബാറ്റിംഗിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് പക്ഷേ ക്യാപ്റ്റൻ ലോവ വോൾവാർഡിന് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അവർ തുടർച്ചയായിട്ടുള്ള രണ്ടാം സെമി ഫൈനലിലും സെഞ്ചുറി അടിച്ചതാണ് സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റനായിട്ടുള്ള ലോവ. അവർക്ക് പക്ഷേ സ്വന്തം ടീമിനെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. 246 റൺസ് എത്തുമ്പോഴേക്കും അവരുടെ എല്ലാ വിക്കറ്റുകളും നഷ്ടമായിരിക്കുകയായിരുന്നു. അങ്ങനെ 52 റൺസിന്റെ ഒരു മികച്ച വിജയമാണ് ഇന്ത്യ ഫൈനലിൽ നേടിയിരിക്കുന്നത്. 2005-ലും 2017-ലും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ടീം ഇപ്പോൾ 2025-ൽ അത് സ്വന്തമാക്കിയിരിക്കുന്നു, ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കപിൽ ദേവിനും MS ധോണിക്കും ശേഷം ഒരു ഏകദിന വേൾഡ് കപ്പ് ഇന്ത്യയിൽ എത്തിക്കുന്നത് ഹർമൻപ്രീത് കൗറാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ വനിതകൾ നേടിയിരിക്കുന്നു. അനുശ്രീ, നമുക്ക് ഏറ്റവും അഭിമാനിക്കാനുള്ള കാര്യം ഇന്നലെ സച്ചിൻ ടെണ്ടുൽക്കറിനെയും സുനിൽ ഗവാസ്കറിനെയും VVS ലക്ഷ്മണനെയും ഒക്കെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ പെൺപട ഇന്ത്യയിലേക്ക് ലോകകപ്പ് എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൗത്ത് ആഫ്രിക്കയെ അടക്കം തോൽപ്പിച്ചുകൊണ്ട്, ഓസ്ട്രേലിയ അടക്കം തോൽപ്പിച്ചുകൊണ്ട്, ഇംഗ്ലണ്ടിനെ അടക്കം കാഴ്ചക്കാരാക്കിക്കൊണ്ടാണ് ഇത്തവണ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ പെൺപട വേൾഡ് കപ്പ് എത്തിച്ചിരിക്കുന്നത്. DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ, നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഇന്നലെ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം തന്നെയായിരുന്നു അനുശ്രീ. ശരി, അഭിലാഷിന്റെ ആ വാക്കുകളിലുണ്ട് ആ ആവേശവും സന്തോഷവും ഒക്കെ